ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലീവ് വെട്ടാം. സ്ലീവ് കസ്റ്റമർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പഫ് സ്ലീവാണ്. അപ്പോൾ അതിൻ്റെ രീതിക്കാണ് സ്ലീവ് വെട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ബാലൻസ് ഉള്ള പീസാണിത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കുകയാണ്, സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസിന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് 12 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ച് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ ലൈൻ വരക്കാം. ഇനി നമ്മുടെ ബൈസപ്പ് എന്നുള്ള അളവ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം ബ്ലൗസിൽ. അപ്പോൾ എനിക്ക് ബൈസപ്പ് എന്നുള്ള അളവ് 13 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച്. കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6.25 ഇഞ്ച് കൊടുക്കാം. ഞാനിപ്പോൾ കറക്റ്റ് 6.5 ഇഞ്ച് കൊടുക്കുകയാണ്. കുറച്ച് താഴത്തോട്ടേക്കും ആ 6.5 ഇവിടെ കൊടുക്കാം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ, ആം ഹോൾ റൗണ്ട് ഇവിടെ എവിടെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആം ഹോൾ റൗണ്ട് 16.5 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് 8.25 ഇഞ്ചിൽ വരും. ഇതാ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് വയ്ക്കാം. എന്നിട്ട് 8.25 ഇഞ്ച് വേണ്ട, 8 ഇഞ്ച് മതി. 8 ഇഞ്ച് എവിടെയാണ് വരിക എന്ന് നോക്കിയാൽ മതി. കാരണം 8.25 ഇഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പ് ഇങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ 8.25 ഇഞ്ച് ഇവിടെ കവറായിക്കോളും. ഇനി നമുക്കിതാ ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ ലൈൻ വരക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണാം. 8ൻ്റെ സെൻറ്റർ 4, അതിൻ്റെയും പകുതി ഇതിൻ്റെയും പകുതി, ഇങ്ങനെ 4 ഭാഗമാക്കാം. ഓക്കെ, 4 ഭാഗമാക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചിൽ ഇങ്ങനെ വരച്ചിട്ട് ആ 1.5 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് വരെ കറക്റ്റായിട്ട് പോയിട്ട് ആ 1.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി കറക്റ്റാണോ എന്നുള്ളത്. കണ്ടോ, 8.25 ഇഞ്ച് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓക്കെ ആണ്. എന്നിട്ട് സീം അലവൻസ് അങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. നമുക്ക് കുഴിച്ച് വെട്ടണം ഫ്രണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടുന്ന് തന്നെ വരിക. ഇവിടുന്ന് തന്നെ വന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ, രണ്ടിൻ്റെയും നടുക്കുള്ള സെൻറ്റർ, ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ പോവുക. സെൻറ്ററിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി ഈ ഒരു ഭാഗത്തേക്ക് കൂട്ടിമുട്ടാം. ഇങ്ങനെ വരും. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ വരും, ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് നമുക്ക് ആ റിങ്കിൾസ് ഒന്നും വരാതെ അടിപൊളിയായിട്ട് തന്നെ ബ്ലൗസ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ താഴെ കൈയുടെ താഴെ എത്രയാണെന്ന് നോക്കാം. സ്ലീവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്താം, പ്ലസ് ഒരു 1.5 ഇഞ്ചും കൂടി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം, ഇവിടുന്നും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാനിത് ഇങ്ങനെ, നിങ്ങളിതിങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇതിന് പഫ് വേണം. അപ്പോൾ പഫിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ ഫസ്റ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മളൊരു 3 ഇഞ്ച് മുകളിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് നല്ല പഫ് വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൽ മാത്രം പോരാ, അതിലധികം എടുക്കാം. ഇതൊരു കുഴപ്പമില്ലാത്തൊരു പഫിനാണ് ഈ 3 ഇഞ്ച് എടുക്കുന്നത്. ഓക്കെ, 3 ഇഞ്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ, ഇതിപ്പോൾ എനിക്ക് ബൈസപ്പ് എന്ന് പറഞ്ഞാൽ 6 ബൈസപ്പിൻ്റെ സെൻറ്റർ 3.25 ഇഞ്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും 3.25 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബോക്സ് ആക്കാം. കണ്ടോ, ഇവിടെ അതായത് സ്ലീവിൻ്റെ മുകളിൽ ഒരു ബോക്സ് കിട്ടി. ആ ബോക്സിൽ നിന്ന് ഇങ്ങനെ പോയി ആ ബോക്സിൻ്റെ ഇവിടത്തേക്ക് ഈ ഒരു ലൈനിലേക്ക് ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ പോയാൽ മതി. കുഴപ്പമില്ലാത്ത പഫാണിത്. ഇപ്പം എല്ലാവരും ഇങ്ങനെയുള്ള പഫുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് സാധാരണ സ്ലീവ് അടയാളപ്പെടുത്തുക, അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ പഫ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തൊന്നും പഫ്
അതായത് തുണി ഉണ്ടാവില്ല, സാധാരണ പോലെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത്. മുകളിൽ മാത്രം കുറച്ച് പഫ് ഉണ്ടാവുന്നേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് നല്ല പഫ് വേണമെന്നാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് പഫ് വരും. അതായത് കൈയുടെ ആം ഹോൾ ഭാഗത്തൊക്കെ പഫ് വരും. അപ്പോൾ അങ്ങനെ വേണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ നിന്നാണ് മാറിപ്പോകരുത്. പഫാണെങ്കിൽ അങ്ങനെ മാറിപ്പോകരുത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. സോറി. ഇനി ഇവിടെയും നോച്ച് കൊടുക്കാം, സെൻറ്ററിൽ നോച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടണം. അതിന് നമ്മളിവിടെ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളത്തിൽ അങ്ങ് വെട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടയാളം വെച്ചിരിക്കുന്നത് ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ വന്നാൽ മതി. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിയാൽ മാത്രം മതി. ഇങ്ങനെ വന്നാൽ മതി. ഇനി ആ ഭാഗത്തും ഇങ്ങനെ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പഫിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല സാധാരണ പഫാണെങ്കിൽ. കാരണം കംപ്ലീറ്റ് അവിടെയൊക്കെ നല്ല റിങ്കിൾസ് തന്നെയാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരില്ല. എന്നാലും ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പടി പീസുകളൊന്നും ഞാനിപ്പോൾ കട്ട് ചെയ്യില്ല. അതൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബാക്കി പീസുകളൊന്നും കളയരുത്, ബാക്കി പീസുകളൊക്കെ വെക്കാം. ഇനി നമുക്ക് നോർമൽ പീസ് ഉണ്ടല്ലോ, സാധാരണ പീസ്, അതായത് നല്ല പീസ്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുണി വെട്ടാം. ഓക്കെ, സ്ലീവ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് വേണ്ട അത്രയും ഭാഗം മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്ലീവാണ് ഫസ്റ്റ് വെട്ടുന്നത്. ഒന്നുമില്ല, എങ്ങനെ വെട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്താ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കറക്റ്റാണ്. ഞാനത് വെട്ടിയെടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് റെഡിയാക്കി വെട്ടാം. ഇത് കറക്റ്റായിട്ട് ഇത്ര തന്നെ എടുക്കണം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചധികം എടുത്താലും പ്രശ്നമൊന്നുമില്ല. അധികം എടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് റെഡിയാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ സ്ലീവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പീസ് എടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് വേണം, അതായത് ഈ ഒരു കട്ട് ഇല്ലാത്ത ഭാഗം, ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് വേണം നമുക്ക് ബാക്ക് സൈഡ് വെക്കാൻ വേണ്ടിയിട്ട്. അത് മാറിപ്പോകരുത്. എന്നിട്ട് ഇങ്ങനെ വെക്കാം. കുറച്ച് അധികം തുണി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ചധികം വെട്ടിയാൽ മതി. നല്ല തുണി കുറച്ചധികം തന്നെ വെട്ടിയെടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഓക്കെ, ഫ്രണ്ട് സൈഡ് ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. നമുക്കിതും ചെയ്തു. അപ്പോൾ ബാക്ക് സൈഡ് റെഡിയായി, ഫ്രണ്ട് സൈഡ് സ്ലീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസുള്ള പീസുകളാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെയ്ത് നോക്കുക, ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. പക്ഷേ അതിലും തന്നെ നമുക്ക് ഇതിൽ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ കാണാതിരിക്കരുത്. ഓക്കെ, ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇറങ്ങിപ്പോകുന്നതും നെക്ക് ലൂസാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിലാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ഓക്കെ, ബൈ.